ഇപ്പം മലയാള സിനിമാ സംഗീത ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോൺ ആണ്. നമുക്ക് പഴയ കാലത്ത് ദേവരാജൻ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, പിന്നെ ബാബുക്ക തുടങ്ങിയ ഒട്ടനവധി ഗ്രേറ്റ് മാസ്ട്രോസ്, മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ മുൻഗാമികളുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്നൊരു ചേഞ്ച്. നമ്മൾ മൊത്തത്തിൽ സിനിമാ സംഗീതത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നമ്പർ 1 അതിൻ്റെ വക്താവ് ജോൺസൺ തന്നെയാണ്. കാരണം വേറൊന്നുമില്ല, സിനിമാ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ മാത്രമൊന്നുമല്ല. സാധാരണ അന്ന് കാലത്തെ ആൾക്കാർ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടാണെന്ന് ധരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയത്തിന് ആകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടില്ല? ഇംഗ്ലീഷ് സിനിമയിൽ പാട്ട് എവിടെയുള്ള ഏതെങ്കിലും ചില മ്യൂസിക്കൽ സബ്ജക്റ്റിന് മാത്രമേ പാട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പാട്ടില്ല. അതിലും മ്യൂസിക് ഉണ്ടല്ലോ. ഓസ്കാർ അവാർഡ് കിട്ടുന്ന മ്യൂസിക്കുകൾ അതിലുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു പുതിയ ശൈലി കൊണ്ടുവന്നത് ജോൺസനാണ്.